അപ്പൊ നമ്മൾ ഇന്ന് ഫസ്റ്റ് മോഡ്യൂള് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ അതില് ബേസിക് കൺസെപ്റ്റ് ഓഫ് പ്രോബബിലിറ്റി, കണ്ടീഷണൽ പ്രോബബിലിറ്റി, ബേസ് തിയറം ആൻഡ് ഇൻഡിപെൻഡന്റ് ഇവന്റ്, അതായത് ബേസിക് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? ഇതിൽ ബേസിക് ആയിട്ടുള്ള ക്ലാസിക്കൽ ഡെഫിനിഷൻ മാത്രമാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ആദ്യം എന്തറിയണം, എന്താണ് അവിടുത്തെ സാമ്പിൾ സ്പേസ് എന്ന് അറിയണം. അതുപോലെ ഫേവറബിൾ കേസസ് ഏതൊക്കെയാണെന്നുള്ളത് അറിയണം. ഫേവറബിൾ കേസസ് ഏതൊക്കെ വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായില്ലേ? ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. 2013 ഡിസംബറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എ പോപ്പുലർ കാർ comes in both a petrol and diesel version. 60% of all customers have bought diesel cars. Among all owners of the petrol version of this car, 50% have Model 5. Among diesel car customers, 20% have Model 5. If a randomly chosen customer has Model 5, what is the probability that the car is a diesel car? എങ്ങനെ ചെയ്യും? എന്ത് റിസൾട്ട് ആയിരിക്കും ഇവിടെ യൂസ് ചെയ്യേണ്ടത്? ഇവിടെ രണ്ട് കാർ മാത്രമാണ് ഇവിടെ നമുക്കുള്ളത്. ഒന്ന് പെട്രോൾ കാർ, അതുപോലെ ഡീസൽ കാർ. പെട്രോൾ കാർ എത്ര പെർസെന്റേജ് ഉണ്ടെന്നാ പറയുന്നത്? 60% ആസ് ഡീസൽ കാർ എന്നാ പറയുന്നത്. 60%. അതുപോലെ പെട്രോൾ കാർ എത്രയാണ്? എന്തായിരിക്കും? ഡീസൽ കാർ 60% ആണെങ്കിൽ ബാക്കി എല്ലാ കാറും എന്തായിരിക്കും? പെട്രോൾ കാർ ആയിരിക്കും. ദാറ്റ് ഈസ് 40%. ഇത് പറയുന്നുണ്ട് പോപ്പുലർ കാർ കംസ് ഇൻ ബോത്ത് എ പെട്രോൾ ആൻഡ് ഡീസൽ വേർഷൻ. പെട്രോൾ വേർഷനും ഡീസൽ വേർഷനും മാത്രമേ ഉള്ളൂ ഇവിടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറെ എന്ത് ഇൻഫർമേഷൻസ് ആണ് തന്നിരിക്കുന്നത്? among all owners of petrol version of this car, 50% have Model 5. among diesel car customers, 60% have Model 5. that is, ഇവിടെ നമുക്ക് Model 5ന്റെ ഒരു കേസ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് എന്തൊക്കെ ഇൻഫർമേഷൻസ് ഉള്ളത്? പ്രോബബിലിറ്റി ഓഫ് പെട്രോൾ കാർ is equal to 40%. that is 40/100 is 4/10. Probability of diesel car എന്ത് വരും? 60/100 which is equal to 6/10. പിന്നെ എന്താ തന്നിരിക്കുന്നത്? പ്രോബബിലിറ്റി ഓഫ് എന്താ തന്നിരിക്കണേ? Model 5 cars from petrol അല്ലെ? അത് എത്ര പെർസെന്റേജാ? 50%. that is 5/10. and probability of Model 5 car given diesel is equal to 2/10. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? if a randomly chosen customer has Model 5, what is the probability that the car is a diesel car? That is probability of D given fifth model. That is equal to എന്ത് വരും? ബേസ് തിയറം ഇവിടെ യൂസ് ചെയ്യാം. That is probability of fifth model given D into probability of D divided by probability of B given D into probability of D plus probability of B given T into probability of T, which is equal to എന്ത് വരും? 2/10 into 6/10 divided by 2/10 into 6/10 plus 5/10 plus 4 into 4/10, which is equal to 12 divided by 12 plus 20 is equal to 12/32. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 3/8 അല്ലെ? 4 കോമൺ ആണ്, ഡിവൈഡ് ചെയ്താൽ 3/8. ദാറ്റ് ഈസ് ഓപ്ഷൻ എ. ഇപ്പൊ ബേസ് തിയറം ഇമ്പോർട്ടന്റ് ആണ്. അതിൽ ഓരോ ടേംസും എന്താ തന്നിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. ക്ലിയർ ആണോ? പ്രോബ്ലം ചെയ്ത് ക്ലിയർ ആണോ? ഓഡിയബിൾ അല്ലേ? മാം, ഒരു ഡൗട്ട് ഉണ്ട്. ഓക്കെ. നമ്മളിപ്പോ 50% ഓഫ് മോഡൽ 5 എന്ന് പറയുമ്പോ 5/10 50/100 അങ്ങനെ 5/10 മാത്രം എടുത്താൽ മതി, അല്ല ആ മോഡൽ 5ന്റെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടൊന്നും ചെയ്യണ്ട? 40 എന്താണ്? എനിക്ക് ക്ലിയർ ആയില്ല. 50% രണ്ടാമത് പറയുന്നുണ്ടല്ലോ, 50% ഓഫ് മോഡൽ 5 എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ 5/10 അല്ലേ നമ്മൾ എടുത്തത്? അത് എന്തുകൊണ്ടാണ് എടുത്തത്? ഒന്നുകൂടി ചോദിച്ചോ. അതപ്പോ നമ്മൾ ആദ്യത്തെ മോഡൽ 5ന്റെ 50% അങ്ങനെയൊന്നും എടുക്കണ്ട, ഡയറക്റ്റ് 5/10 എടുത്താൽ മതി. വി ഗിവൺ പി ആണ് തന്നിരിക്കുന്നത്. പെട്രോളാണ് തന്നിരിക്കുന്നത്. ഇവിടെ തൊട്ടിട്ടുണ്ടത് ഡീറ്റെയിൽസ്. among all owners of petrol version of this car, അതായത് കണ്ടീഷൻ തന്നിട്ടുണ്ട്. പെട്രോൾ വേർഷൻ ഓഫ് ദിസ് കാർ ആണ് അതില് മോഡൽ 5 ആവാനുള്ള പെർസെന്റേജ്. നമ്മൾ ഓൾറെഡി എഴുതി, പെട്രോൾ കാർ എന്നുള്ള കണ്ടീഷൻ എഴുതി, അവിടെ മോഡൽ 5 that is equal to 50/100 that is equal to 5. അല്ല, നമ്മൾ വേറെ ഒന്നും ചെയ്യണ്ട. ഇതൊക്കെ നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ആണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതാ. ഇതിലൊന്നും നമ്മളായിട്ട് എടുത്ത് ചെയ്ത കാര്യങ്ങളല്ല, ഇതെല്ലാം ക്വസ്റ്റ്യനിൽ നിന്ന് പറഞ്ഞതാ. ഇവിടെ ഈ ഒരു ഇൻഫർമേഷൻ മാത്രമാണ്. ഇപ്പോ ഇവിടെ പറയുന്നുണ്ട് 60% ഓൾ കസ്റ്റമർ ഹാവ്
ബോട്ട് ഡീസൽ കാർസ് എന്ന് പറഞ്ഞു. അപ്പൊ നമുക്കറിയാം 60% ഡീസൽ ആണെങ്കിൽ ബാക്കി എന്താവും? ബാക്കിയുള്ള യൂസേഴ്സ് ഒക്കെ എന്തായിരിക്കും? പെട്രോൾ കാർ ആയിരിക്കും. അതാണ് ഇവിടെ ഞാൻ 100-60 എന്നുള്ള കൺസെപ്റ്റ് ഇവിടെ യൂസ് ചെയ്യും ഇവിടെ. അതുകൊണ്ടാണ് ഇവിടെ 40/100 എന്നുള്ളത് വന്നത്. ക്ലിയർ ആണോ? ക്ലിയർ. പ്രോബബിലിറ്റീസിൽ ഇതുവരെയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യും. ഞാൻ ജസ്റ്റ് എക്സാമ്പിളിന് 2 ക്വസ്റ്റ്യൻസ് പറഞ്ഞു എന്നേ ഉള്ളൂ. ബാക്കി ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്യും. നിങ്ങൾ ചെയ്ത് നോക്കുക. എന്നിട്ട് ഡൗട്ട്സ് ഉള്ളത് നമുക്കൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് അറിയാം ഷോർട്ട് ടേം പീരീഡ് ആണ്. നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും കൂടെ ചെയ്യാനുള്ള ടൈം ഇല്ല. അതുകൊണ്ട് തന്നെ ക്ലാസ്സിൽ 1-2 ക്വസ്റ്റ്യൻസ് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. എന്നിട്ട് ബാക്കി ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കുക. ഡൗട്ട്സ് എല്ലാം കൂടെ നമുക്കൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ക്ലാസ് വേണമെങ്കിൽ പോർഷൻസ് കഴിഞ്ഞിട്ട് ഒരു ക്ലാസ് അതിന് ടൈം. റാൻഡം വേരിയബിൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടിട്ട് പോവാം. ഓക്കെ ആണോ? ഡെഫിനിഷൻ ഓഫ് റാൻഡം വേരിയബിൾ. റാൻഡം വേരിയബിൾ എന്താണ്? നമ്മൾ സിമ്പിൾ ആയിട്ട് പണ്ട് തൊട്ട് ഡിഗ്രി തൊട്ടിട്ട് പഠിക്കുന്ന കാര്യമാണ്. റാൻഡം വേരിയബിൾ ഇസ് എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഡിഫൈൻ ഫ്രം ഒമേഗ ടു റിയൽ ലൈൻ. അല്ലെ, ഒമേഗയിൽ നിന്ന് റിയൽ ലൈനിലോട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ള റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണ് റാൻഡം വേരിയബിൾ എന്നാണ് നമ്മൾ ഡിഗ്രി തൊട്ട് പഠിക്കുന്നത്. പക്ഷെ നമ്മൾ കുറച്ചുകൂടി അഡ്വാൻസ് ലെവലിൽ പഠിക്കുമ്പോൾ നമ്മൾ എന്തിലോട്ട് മാറും? ഒമേഗ എസ് എന്നുള്ള ഒരു സാമ്പിൾ സ്പേസിൽ നിന്ന് റിയൽ ലൈനിലോട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു മെഷറബിൾ റിയൽ വാല്യൂഡ് മെഷറബിൾ ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. റാൻഡം വേരിയബിൾ ആവാനുള്ള കണ്ടീഷൻ എന്താണ്? എക്സ് ഇൻവേഴ്സ് ഓഫ് ബി ഈസ് ഈക്വൽ ടു ഒമേഗ സച്ച് ദാറ്റ് എക്സ് ഓഫ് ഒമേഗ ബിലോങ്സ് ടു ബി ഇസ് ബിലോങ്സ് ടു എസ് ഫോർ ഓൾ ബി ബിലോങ്സ് ടു സ്ക്രിപ്റ്റ് ബി. ഇവിടെ ബി എന്താണ്? ബി എന്ന് പറയുന്നത് ബോറൽ സെറ്റ് ആണ്. സ്ക്രിപ്റ്റ് ബി എന്ന് പറയുന്നത് ബോറൽ സിഗ്മ ഫീൽഡ് ആണ്. അതുപോലെ ഒമേഗ എന്നുള്ളത് നമ്മുടെ സാമ്പിൾ സ്പേസിലെ എലമെന്റ് ആണ്. അപ്പൊ ഓരോ എലമെന്റ്സും എക്സ് ഓഫ് ഒമേഗ ബിലോങ്സ് ടു ബി ആവാനുള്ള എക്സ് ഇൻവേഴ്സ് ഓഫ് ബി ഓരോ ബോറൽ സെറ്റിലെ എലമെന്റ് എടുക്കുകയാണെങ്കിലും അതിന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്തിലെ എലമെന്റ് ആയിരിക്കണം? സാമ്പിൾ സ്പേസിലെ എലമെന്റ് ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ നമ്മൾ ഒമേഗ എന്നുള്ളത് എച്ച് ടി ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മുടെ എസ് എന്ത് വരും? സിഗ്മ ഫീൽഡ് എച്ച് വരും, ടി വരും, അതുപോലെ നൾ സ്പേസ് നൾ സെറ്റ് ഉണ്ടായിരിക്കും, അതുപോലെ ഒമേഗ ഉണ്ടായിരിക്കും. ഇതല്ലേ നമ്മുടെ സിഗ്മ ഫീൽഡ്. ഇത് രണ്ടും ചേർന്നതാണ് നമ്മൾ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിലെ ഓരോ എലിമെന്റ്സ് ഇപ്പൊ എക്സ് എന്നുള്ളത് ഞാൻ ഡിഫൈൻ ചെയ്യുകയാണ്. നമ്പർ ഓഫ് ഹെഡ്സ് സിമ്പിൾ ടേമിൽ ഡിഫൈൻ ചെയ്യുക ഹെഡ്സ് നമ്പർ ഓഫ് ഹെഡ്സ് എടുക്കുകയാണെങ്കിൽ എക്സ് ഓഫ് എച്ച് എന്തായിരിക്കും? എക്സ് ഓഫ് എച്ച് എന്തായിരിക്കും? 1 ആയിരിക്കും. അതുപോലെ എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പൊ നമ്മള് എക്സ് ഇൻവേഴ്സ് ഓഫ് ഒമേഗ ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്യാണ്. ഓരോ റിയൽ ലൈനിലെ സെറ്റ്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ 2 പോയിന്റ്സ് ആണ് ഉള്ളത് അല്ലെ? 0യും 1ഉം 2 പോയിന്റ്സ് ആണ് ഉള്ളത്. അപ്പൊ നമ്മൾ 0ന് മുമ്പുള്ള പോയിന്റ്സ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്ന റേഞ്ച് എന്താണ്? എക്സ് ഇൻവേഴ്സ് ഓഫ് -∞ എക്സ് അല്ലെ? അപ്പൊ എക്സ് നമുക്ക് 0ന് മുൻപുള്ള വാല്യൂ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എന്താ നമുക്ക് കിട്ടുക? എം ടി സെറ്റ് ആയിരിക്കും അല്ലെ? എക്സ് 0 ആവുന്ന കേസിലാണ് നമുക്ക് എന്ത് വരുള്ളൂ? ഹെഡ് വരുള്ളൂ. ദാറ്റ് ഈസ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 1 ആവുമ്പോൾ നമുക്ക് എന്ത് വരും? എച്ച് വരും. അതുപോലെ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 വരുമ്പോൾ എന്ത് വരും? എച്ച് ടി വരും അല്ലെ? അപ്പൊ ഇതെല്ലാം എന്താണ്? സാമ്പിൾ സ്പേസിലെ എലമെന്റ്സ് ആണ്. അതാണ് ഈ ഡെഫിനിഷൻ പറയുന്നത്. എക്സ് ഇൻവേഴ്സ് ഓഫ് ബി ഇസ് ഈക്വൽ ടു ഒമേഗ സച്ച് ദാറ്റ് എക്സ് ഓഫ് ഒമേഗ ബിലോങ്സ് ടു ബി ഇസ് ബിലോങ്സ് ടു എസ് ഫോർ ഓൾ ബി ബിലോങ്സ് ടു സ്ക്രിപ്റ്റ് ബി. ക്ലിയർ ആണോ? സാമ്പിൾ റിയൽ ലൈനിലെ ഏതൊരു ഇത് എടുക്കുകയാണെങ്കിലും നമുക്ക് പ്രീ ഇമേജ് ആയിട്ട് എന്ത് കിട്ടണം? സാമ്പിൾ സ്പേസിലെ എലമെന്റ് കിട്ടണം. സാമ്പിൾ സ്പേസിലെ എലമെന്റ് പറഞ്ഞാൽ സിഗ്മ ഫീൽഡിലെ എലമെന്റ്. അതിന് ഇക്വാലന്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ ആണ് എക്സ് ഇസ് എ റാൻഡം വേരിയബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഫോർ ഈച്ച് റിയൽ നമ്പർ എക്സ് ഒമേഗ സച്ച് ദാറ്റ് എക്സ് ഓഫ് ഒമേഗ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ബിലോങ്സ് ടു എസ്. ദ കൺസെപ്റ്റ് ഓഫ് അപ്പൊ നമ്മൾ റാൻഡം വേരിയബിൾ എന്നുള്ള കൺസെപ്റ്റ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും എന്ത് യൂസ് ചെയ്യുന്നില്ല? പ്രോബബിലിറ്റി എന്നുള്ള കൺസെപ്റ്റ് യൂസ് ചെയ്യില്ല. നമ്മൾ സാമ്പിൾ സ്പേസിൽ നിന്ന് റിയൽ ലൈനിലോട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു മെഷറബിൾ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ മാത്രമാണ് എന്ത്? റാൻഡം വേരിയബിൾ. ക്ലിയർ ആണോ? ഇനി നമ്മൾ അതിന്റെ പ്രോബബിലിറ്റി എടുക്കണം. ഇപ്പൊ നമ്മൾ എക്സ് ഇൻവേഴ്സ് ഓഫ് ബി എടുത്തിട്ടുണ്ടെങ്കിൽ എക്സ് ഇൻവേഴ്സ് ഓഫ് ബിന്റെ പ്രോബബിലിറ്റി എടുക്കുകയാണെങ്കിൽ ആ പ്രോബബിലിറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് probability distribution of x. That is induced probability space. And random variable x defined on omega sp induces a new probability space RBQ by the correspondence Q of B is equal to probability of x inverse of B is equal to probability of omega such that
x of omega belongs to b for all b belongs to script b. That is q or p x inverse is called probability distribution of x. നമ്മൾ ഈ കേസിൽ ഇതിന്റെ പ്രോബബിലിറ്റി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് വരും ഫൈയുടെ പ്രോബബിലിറ്റി എന്താണ് 0 ആണ്. ദാറ്റ് ഈസ് ഫോർ എക്സ് ലെസ് ദാൻ 0 പ്രോബബിലിറ്റി 0 ആൻഡ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 1. എച്ചിന്റെ പ്രോബബിലിറ്റി എന്താണ്? കോയിൻ ടോസിംഗ് എക്സ്പെരിമെന്റിലെ എച്ച് വരാനുള്ള പോസിബിലിറ്റി ഈക്വലി ലൈക്ലി ആണെങ്കിൽ 1/2 ആയിരിക്കും. അതുപോലെ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എച്ച് ടി, ദാറ്റ് ഈസ് ഷുവർ ഇവന്റ് ഒമേഗയുടെ പ്രോബബിലിറ്റി ആണ്, ദാറ്റ് ഈസ് 1. ഇതാണ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇൻവേഴ്സ് മൈനസ് ഇൻഫിനിറ്റി ടു എക്സ്. ഇത് എന്തുതന്നെയാണ്? ഇതാണ് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് അല്ലെ. പോയിന്റ് ടോസിന്റെ കേസിൽ ഇതല്ലേ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ഇവിടെ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്താ? എക്സിന് എടുക്കാൻ പറ്റുന്ന പോസിബിൾ വാല്യൂസ് 0യും 1ഉം ആണ്. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് 0 എന്ന് പറയുന്നത് 1/2 ആണ്. അതുപോലെ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 1ഉം 1/2 ആണ്. ഇതാണ് നമ്മുടെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഇതാണ് നമ്മുടെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ക്ലിയർ ആണോ? The distribution function. To handle this point function easily, we define the distribution function f of x on R as f of x equal to q of minus infinity to x, probability of omega such that x of omega less than or equal to x is equal to probability of x less than or equal to x. Clear ആണോ? ബോറൽ ഫീൽഡും സിഗ്മ ഫീൽഡും ഒക്കെ അറിയില്ലേ? ബോറൽ ഫീൽഡ് എന്തായിരുന്നു? മൈനസ് ഇൻഫിനിറ്റി എക്സ് എന്നുള്ള സെറ്റ് ഇൻഡ്യൂസ് ചെയ്യുന്ന കൺസ്ട്രക്ട് ചെയ്യുന്ന സിഗ്മ ഫീൽഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബോറൽ സിഗ്മ ഫീൽഡ്. ബോറൽ സിഗ്മ ഫീൽഡിലെ സെറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബോറൽ സെറ്റ്സ്. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാ? റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ f is defined on minus infinity to infinity is a distribution function if it is satisfies 4 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിലാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുക. ഇമ്പോർട്ടന്റ് കണ്ടീഷൻസ് ആണ് എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി 0 ആയിരിക്കണം, അതുപോലെ എഫ് ഓഫ് പ്ലസ് ഇൻഫിനിറ്റി 1 ആയിരിക്കണം, അതുപോലെ നോൺ ഡിക്രീസിംഗ് ആയിരിക്കും. ദാറ്റ് ഈസ് if x1 less than x2, f of x1 less than or equal to f of x2 ആയിരിക്കും. അതുപോലെ റൈറ്റ് കണ്ടിന്യൂസ് ആയിരിക്കണം. കണ്ടിന്യൂറ്റി നിർബന്ധമായിട്ട് പറയുന്നില്ല, പക്ഷെ റൈറ്റ് കണ്ടിന്യൂസ് ആയിരിക്കും. ദാറ്റ് ഈസ് ലിമിറ്റ് h tends to 0 plus f of x plus h is equal to f of x for all x. ഡൗട്ട് ഉണ്ടോ? നമുക്ക് ഇതിന്റെ പ്രോപ്പർട്ടീസും കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. എഫ് ഓഫ് എക്സ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ത് വരും? എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. അതുപോലെ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു എ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എ മൈനസ് എഫ് ഓഫ് എ മൈനസ്. ഇത് ഏത് കേസിലാണ്? ഡിസ്ക്രീറ്റ് കേസിലാണ് നമുക്ക് ഇത് വരുള്ളൂ. കണ്ടിന്യൂസ് ആവുന്ന കേസിൽ എന്ത് വരും? എഫ് ഓഫ് എയും എഫ് ഓഫ് എ മൈനസ് 1ഉം സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ അറ്റ് എ പോയിന്റിൽ നമ്മൾ എന്ത് പറയും? കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ അറ്റ് എ പോയിന്റ് ദ പ്രോബബിലിറ്റി ഈസ് 0. അത് നമുക്ക് ഈ ഒരു റിസൾട്ടിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ പ്രോബബിലിറ്റി ഓഫ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി നമ്മൾ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്തായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ മൈനസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു എ അല്ലെ. ഇതിൽ നിന്നും നമുക്ക് ഏതുള്ളൊരു പോയിന്റ് അഡീഷണൽ ആയിട്ട് ആഡ് ആവല്ലേ ചെയ്യുന്നത്? സോറി, അപ്പൊ പ്ലസ് ആയിരിക്കും. പ്രോബബിലിറ്റി ഓഫ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു എ. അതുപോലെ പ്രോബബിലിറ്റി ഓഫ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി പറഞ്ഞു. എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി എന്ത് വരും? എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ മൈനസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു ബി. ഇതൊക്കെ ഡിസ്ക്രീറ്റ് കേസിലാണ് വരുന്നത്. കണ്ടിന്യൂസ് കേസിലെല്ലാം ഇത് എന്തായിരിക്കും? എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ആയിരിക്കും. അറ്റ് എ പോയിന്റിൽ പ്രോബബിലിറ്റീസ് 0 ആയി. ക്ലിയർ ആണോ? ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ്. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ